ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഭഗവാന് തന്നെക്കുറിച്ച് ഭക്തന്മാർ പറയുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഭഗവാന് ഭക്തന്മാരെ കുറിച്ചിട്ട് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഭഗവാൻ അതിൽ കൂടുതൽ സന്തോഷിക്കുന്നു എന്നാണ്. ഭക്തചരിത്രം എന്നുള്ള ആ ഗ്രന്ഥത്തിൽ അനേകം ഭക്തന്മാരെ ഉണ്ട്. അവർ ചരിത്രത്തിനെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എഴുതിയിട്ടുള്ള ആൾ നാഭാജി എന്നു പേരുള്ള ഒരു മഹാത്മാവാണ് ഇത് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിനെക്കുറിച്ച് ഇന്ന് നമ്മൾക്ക് പറയാം, അതിനെക്കുറിച്ചിട്ട് അനുസ്മരിക്കാം. കാരണം ഭക്തനെ അനുസ്മരിച്ചാൽ ഭഗവാന് കൂടുതൽ ഇഷ്ടാവും എന്നതാണ്. ഇതിൻ്റെ ആ ഭക്തചരിത്രത്തിൽ ആരംഭം കുറിക്കുന്നത് എവിടെയാണ്? ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധം 14-ാമത്തെ അധ്യായത്തിലെ ഒരു ശ്ലോകം മുതൽക്കാണ് ഇതിൻ്റെ ആരംഭം കുറിക്കുന്നത്. ഭഗവാൻ തൻ്റെ കൂട്ടുകാരോട് കൂടിയിട്ട് വനത്തിലേക്ക് പ്രവേശിച്ച് അന്ന് ഭഗവാൻ ഊണ് കഴിക്കാൻ പാകത്തിലാണ് ഭഗവാൻ വന്നത് എന്നാണ്. ഊണ് കഴിക്കാൻ പാകത്തിനാണ് കൂട്ടുകാരൊക്കെ ചട്ടം കെട്ടി ഇന്ന് വനത്തിൽ നിന്ന് ഊണ് കഴിക്കുന്നത്, വനഭോജനം. അവിടെ നിന്നാണ് അതിൻ്റെ തുടക്കം കുറിക്കുന്നത് എന്നാണ്. അങ്ങനെ ഭഗവാൻ എങ്ങനെയാണ് ഭഗവാൻ ഊണ് കഴിക്കാനിരുന്നത്? കൂട്ടുകാർ ചുറ്റുമായിട്ടിരിക്കുകയാണ്. യഥാംഭോരുഹ കർണികായാഹ, എങ്ങനെയാണോ ഒരു താമരയുടെ മധ്യത്തിൽ അതിൻ്റെ കർണിക, അതിൻ്റെ ചെണ്ട് എല്ലാ ദളങ്ങളെ അഭിമുഖമായി നിൽക്കുന്നത്, അതേപോലെ ഭഗവാൻ മധ്യത്തിൽ ഇരുന്ന സമയത്ത് കൂട്ടുകാർക്കൊക്കെ തോന്നി ഭഗവാൻ തന്നെ നോക്കിയിരിക്കണോ എന്നുള്ളത്. ബിഭ്രദ്വേണം ജഠരപടയോ ശൃംഗവേത്രേ ച കക്ഷേ വാമേ പാണവുമസൃണകബളം തൽഫലാന്യങ്കുലീഷു തിഷ്ഠന്മധ്യേ സ്വപരിസുഹൃദോ ഹാസയന്നർമ്മഭിസ്വൈഃ സ്വർഗേ ലോകേ മിഷതി ബുഭുജേ യജ്ഞഭുക്ക് ബാലകേളി. ഭഗവാൻ ഇരിക്കുകയാണ്. വിഭ്രദ്വേണം ജഠരപടയോഹോ, ഭഗവാൻ തൻ്റെ ഉത്തരിയെടുത്ത് അരയിൽ കെട്ടി, എന്നിട്ട് തൻ്റെ വേണുവിനെ ഓടക്കുഴലിൻ്റെ അതിൻ്റെ ഇടയിൽ തിരുകി വെച്ചു. പിന്നെ പിന്നെ ഭഗവാന്റെ വാമപാത്രേ ബിഭ്രദ്വേണം ജഠരപടയോ ശൃംഗവേത്രേ ച കക്ഷേ വാമേ പാണവുമസൃണകബളം തൽഫലാന്യങ്കുലീഷു തിഷ്ഠന്മധ്യേ സ്വപരിസുഹൃദോ ഹാസയന്നർമ്മഭിസ്വൈഃ സ്വർഗേ ലോകേ മിഷതി ബുഭുജേ യജ്ഞഭുക്ക് ബാലകേളി. ശ്രീമദ് ഭാഗവതത്തിലെ പ്രസിദ്ധമായ ശ്ലോകമാണിത്. ശൃംഗവേത്രേ ച കക്ഷേ, അതായത് പശുക്കളെ വിളിക്കാനായിട്ട് കൊമ്പുണ്ട്. കാളകളുടെ കൊമ്പാണത്രേ പശുക്കളെ വിളിക്കാനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ പിന്നെ അതിനെ കെട്ടാനായിട്ട് കയറുണ്ട്. അത് കക്ഷത്തിൽ ഒതുക്കി വെച്ചു. എന്നിട്ടോ വാമേ പാണവുമസൃണകബളം തൽഫലാന്യങ്കുലീഷു, ഇടത്തെ കയ്യിൽ ഊണ് കഴിക്കാനായിട്ടുള്ള ആ ചോറിൻ്റെ ഉരുള വെച്ചു. തൽഫലാന്യങ്കുലീഷു, അതിൻ്റെ ഉപദംശങ്ങളുണ്ട്, കൊണ്ടാട്ടങ്ങൾ അതൊക്കെ ഉണ്ട്. അത് വിരലിൻ്റെ ഇടയിലായിട്ട് വെച്ചു. കൈപ്പയ്ക്ക പോലുള്ള കൊണ്ടാട്ടങ്ങളൊക്കെ മോതിരം പോലെ ഇടാൻ സാധിക്കുന്നതാണ് പറയണത്. അപ്പം അങ്ങനെ ഭഗവാൻ കൂട്ടുകാരോട് കൂടി ഇരിക്കണം. ഇതിന് കുറച്ചുകൂടിയും ആ വൃന്ദാവനത്തിലെ ആചാര്യന്മാർ കുറച്ചുകൂടി അതിനെക്കുറിച്ച് ചിന്തിക്കണു. ചാട്ട് ലീല എന്ന് പറയും അതിന്. അതായത് ചട്നികൾ, പല വിധത്തിലുള്ള രസങ്ങളുള്ളത്, മധുര രസമുള്ളത്, പിന്നെ കയ്പുള്ള രസമുള്ളത്, പല വിധത്തിലുള്ള, അതൊക്കെ വിരലിൻ്റെ ഓരോ വിരലിൻ്റെ അറ്റത്താക്കിയിട്ട് വെച്ചു എന്നാണ് പറയുന്നത്. ചില വിരലിനറ്റ് തൈര്, ഇങ്ങനെ കൂട്ടുകാരൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ ഇതും കഴിക്കുന്ന സമയത്ത് ഓരോ വിരലും നക്കിക്കൊണ്ടാണ് അത്ര ഇരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ പറയും, അയ്യോ എനിക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഭഗവാൻ ആ കൂട്ടുകാരെടുത്ത് തൻ്റെ വിരൽ കാണിച്ചു കൊടുക്കും. കൂട്ടുകാർ ആ ഭഗവാന്റെ വിരൽ നക്കും.
ഭഗവാൻ പറയും എനിക്ക് ഇതിൻ്റെ സ്വാദം എന്താ നോക്കട്ടെ. ഭഗവാൻ കൂട്ടുകാരുടെ കൈ പിടിച്ചിട്ട് ആ ഭഗവാനെ ആ വിരൽ പിടിച്ച് ഭഗവാൻ നക്കിയിട്ട് അയ്യോ നല്ല സ്വാദാണ് ഇതിനെന്ന് പറയും. കൂട്ടുകാരുടെ ആ ഉരുള ഭഗവാൻ പരസ്പരം മാറിയിട്ട് കഴിക്കും. ഇങ്ങനെ കൂട്ടുകാരോട് അങ്ങനെ വളരെ രസകരമായിട്ട് കൂട്ടുകാരോട് കൂടിയിട്ട് ഇരിക്കുന്ന സമയത്താണ് കഴിക്കുന്ന സമയത്താണ് ബ്രഹ്മാവിൻ്റെ ഒരു വരവുണ്ടായത്. ബ്രഹ്മാവ് ആലോചിക്കുന്നു, ഞാൻ ഈ ഭഗവാൻ വേദങ്ങളിലുണ്ടെന്നൊക്കെ അന്വേഷിച്ചു, അവിടെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നെ ഇവിടെ സൂര്യൻ ലോകത്തിലുണ്ടെന്ന് കേട്ടു, അവിടെയും ഞാൻ അന്വേഷിച്ചു പോയി. അപ്പോൾ ആരോ പറയണ കേട്ടു വൃന്ദാവനത്തിലുണ്ടെന്ന് പറയണ കേട്ടു, വൃന്ദാവനത്തിൽ ലീലകൾ ചെയ്യുമെന്ന് പറയുന്നത് കേട്ടു. വൃന്ദാവനത്തിൽ ഇങ്ങനെയൊക്കെ ഈ ലീല ചെയ്യുന്നതാണ്, ഇതാണോ ഈശ്വരൻ? ബ്രഹ്മാവിന് തോന്നുകയാണ്. ബ്രഹ്മാവ് ആലോചിച്ചു, ഈശ്വരനാണെങ്കിൽ ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. പരീക്ഷിതമാനാന്നാ പറയുന്നത്. ബ്രഹ്മാവിനെ പരീക്ഷിക്കണം തോന്നി. ഭഗവാൻ ഈ ഊണ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെള്ളം കുടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഭഗവാൻ യമുനയിലേക്ക് പോയി. വെള്ളം കുടിക്കാൻ പോയ സമയത്ത് ഭഗവാൻ തിരിച്ചു വന്ന് ഈ സമയത്താണ് തിരിച്ചു വരുന്നതിൻ്റെ ഇടയ്ക്ക് ബ്രഹ്മാവ് എന്ത് ചെയ്തു? ഈ പശുക്കുട്ടികളെ ആദ്യം ഭഗവാൻ പശുക്കുട്ടികളെ മറച്ചു. കൂട്ടുകാർ പറയുന്നു, എവിടെയാണ് പശുക്കൾ പോയത് കാണാനില്ലല്ലോ എന്ന്. ഭഗവാൻ പശുക്കളെ അന്വേഷിക്കാൻ വേണ്ടി പോയ സമയത്ത് തിരിച്ചു വരുമ്പോൾ ഭഗവാൻ ഇവിടെ വരുമ്പോഴേക്ക് ഇവിടെ കൂട്ടുകാരെയും കാണാനില്ല. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. സീതാമാവേ സ്തോകകൃഷ്ണ, എവിടെയാണ് മനസ്സുഖ, എവിടെ തൻസുഖ, എവിടെ എൻ്റെ കൂട്ടുകാരെവിടെ? ഭഗവാൻ കരഞ്ഞുകൊണ്ട് വൃന്ദാവനത്തിൽ ഓടി നടക്കുകയാണ്. ഇപ്പോൾ ബ്രഹ്മാവിന് മനസ്സിലായി ഇതൊരു സാധാരണ ബാലനാണ്, തിരഞ്ഞു നടക്കട്ടെ, എവിടെയൊന്നും തിരയട്ടെ. അന്യത്ര ഗുരു ഹാന്തരധാൽ ബ്രഹ്മാവ് അന്തർധാനം ചെയ്തു. ബ്രഹ്മാവ് ഇതൊക്കെ കൊണ്ടുപോയിട്ട് പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പാർപ്പിച്ചു. ഇനി എന്ത് വേണമെന്ന് ആലോചിക്കുകയാണ്. അപ്പം അങ്ങനെ ഭഗവാന് മനസ്സിലായി ഇതെല്ലാം, വളരെ പെട്ടെന്ന് മനസ്സിലായി ഇതെല്ലാം ബ്രഹ്മാവിൻ്റെ സൂത്രമാണെന്ന് മനസ്സിലായി. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഈ വൃന്ദാവനത്തിൽ എന്തെല്ലാമാണോ വന്നത്, ആരെല്ലാമാണോ വന്നത്, അതെല്ലാം യാവത് വത്സകാൽപകവപുർ യാവൽ കരാഘ്രാധികം യാവത് യഷ്ടി വിഷാണ വേണുദളശിക്ക് യാവത് വിഭൂഷാംബരം യാവത് ശീലഗുണാഭിതാകൃതിവയോ യാവത് വിഹാരാധികം സർവം വിഷ്ണുമയം ഗിരോംഗവധജ സർവസ്വരൂപോപഭൗ. ഭഗവാൻ ഇതെല്ലാമായിട്ട് പരിണാമം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾക്കും ഒരു സംശയം തോന്നാത്ത വിധത്തിൽ ഭഗവാന്റെ ലീലകൾ നടന്നുകൊണ്ടിരിക്കുന്നു, സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആർക്കും ഒരു സംശയം തോന്നുന്നില്ല. അപ്പോൾ ബ്രഹ്മാവ് ആലോചിച്ചു, കൃഷ്ണൻ എന്തായാലും ആ ഭഗവാന്റെ കൂട്ടുകാരെ ഇവരെയൊക്കെ കൊണ്ടുപോയി മറച്ചിട്ട് ബ്രഹ്മലോകത്തിൽ പോയി തിരിച്ചു വരാൻ ഒരൊറ്റ നിമിഷം വേണ്ടു ബ്രഹ്മാവിന്. ബ്രഹ്മാവ് നേരെ ആ ബ്രഹ്മലോകത്തിൽ ചെന്ന സമയത്ത് ബ്രഹ്മാവ് കാണുന്നു, അവിടെ ആ ബ്രഹ്മലോകത്തിൽ മറ്റൊരു ബ്രഹ്മാവ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ബ്രഹ്മലോകത്തിലിരിക്കുന്ന ആ ബ്രഹ്മാവ് പറയുന്നു, അതെ, ആരെങ്കിലും ഒരാൾ ബ്രഹ്മാവാന്ന് പറഞ്ഞ അവിടെ വന്നു കഴിഞ്ഞാൽ അടിച്ചോടിച്ചോളാൻ പറയാണ്. അപ്പോൾ ബ്രഹ്മാവ് വന്നു നോക്കുന്ന സമയത്ത് കാവൽക്കാർ നോക്കി, എവിടുന്നാണ് വരുന്നത്? 4 തലയും വെച്ചുകൊണ്ട്. ഞാനിവിടുത്തെ ബ്രഹ്മാവ്. അത് ശരി, ബ്രഹ്മാവ് അവിടെ ഇരിക്കുന്നുണ്ട്. 4 തല വെച്ചുകൊണ്ട് ബ്രഹ്മാവ് എന്നുള്ള ഒരാൾ വരികയാണോ? ബ്രഹ്മാവിൻ്റെ ആ ഭൃത്യന്മാരായിട്ടുള്ള കാവൽക്കാരായിട്ടുള്ളവരൊക്കെ ബ്രഹ്മാവിന് നേരെ ആയുധെടുത്തിട്ട് ഓടാൻ തുടങ്ങി. പേടിച്ച് ബ്രഹ്മാവ് ഓടി. വൃന്ദാവനത്തിൽ വന്നപ്പോഴോ വൃന്ദാവനത്തിലെ ലീലകൾ, ഭഗവാന്റെ ലീലകൾ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സത്യാഖേ കതരേ നേരി ജ്ഞാതും നേഷ്ടേ കഥഞ്ജന, ഇതൊരു സത്യമേതായിട്ടുള്ളതാണ്. ബ്രഹ്മാവ് മറച്ചിട്ടുള്ള കുട്ടികളാണോ സത്യം, അല്ലെങ്കിൽ ഈ ഭഗവാനോട് കൂടി കളിക്കുന്ന കുട്ടികളാണോ സത്യം എന്ന് ബ്രഹ്മാവിന് വല്ലാത്ത ഒരു ബ്രഹ്മാവ് ആലോചിച്ച് നോക്കി ഏതാണ് സത്യം എന്നുള്ളത്. ബ്രഹ്മാവ് സത്യങ്ങളെക്കുറിച്ചാണ് ബ്രഹ്മാവ് പറയുക. സത്യം പരം സത്യവ്രതം സത്യപരം സത്യം സത്യസൈവന്യം നിഖിലം ച സത്യേ, ഇങ്ങനെ സത്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് സത്യലോകത്തിലെ അധിപനായുള്ള ബ്രഹ്മാവിന് യഥാർത്ഥത്തിലുള്ള സത്യം എന്തായെന്ന് അറിയാതെ. ഇതാണ് ഭഗവാന്റെ അത്ഭുത ലീല എന്ന് പറയാൻ അതാണ്, സർവേശ്വരനാണ് ഭഗവാൻ എന്ന് പറയാൻ അതാണ് കാരണം എന്നാണ്. ബ്രഹ്മാവ്
സത്യം മനസ്സിലാക്കി. അതായത് ഏതെല്ലാമാണോ ഭഗവാൻ രൂപഭേദെടുത്തത് അതെല്ലാം എല്ലാം വൈകുണ്ഠലോകങ്ങളായിട്ട് നോക്കണേ. കൃഷ്ണനാണ് വൈകുണ്ഠലോകങ്ങളെ കാണിച്ചു കൊടുക്കുന്നത്. എല്ലാം അനേകായിരം വൈകുണ്ഠലോകങ്ങൾ ഒരു ഓടക്കൊള്ളിൽ വെച്ചാൽ വൈകുണ്ഠലോകത്തിനെ കാണിച്ചു കൊടുക്കാൻ പറ്റും. വൈകുണ്ഠമാണത്, വൈകുണ്ഠമായിട്ട് അതിനെ കാണാണ്. ഓടക്കൊള്ളിനെ ഒരു കയ്യിലുള്ള ഒരു ചൂരലിനെ അതിനെ വൈകുണ്ഠാക്കി മാറ്റാൻ ഭഗവാന് വെച്ചാൽ സാധിക്കും എന്നാണ്. അപ്പോൾ ബ്രഹ്മാവ് വല്ലാത്ത ദുഃഖത്തോട് കൂടിയിട്ട് ഭഗവാന്റെ പാദത്തിൽ വീണ് ഭഗവാനെ വളരെ ഭക്തിയോടുകൂടി സ്തുതിച്ചു. ഭഗവാനാണെങ്കിൽ ഒരക്ഷരം പറഞ്ഞില്ല ബ്രഹ്മാവിനോട്. കാരണം എന്താണ്? തൻ്റെ ഭക്തന്മാരെ തന്നിൽ നിന്നും അകറ്റി. അതുകൊണ്ടാണ് ഭഗവാൻ ഏറ്റവും വലിയ ദുഃഖം എന്താണ്? ഭക്തൻ വിട്ടുപോവുക ഭഗവാന് സഹിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഭഗവാന് സഹിക്കാൻ പറ്റാത്ത വിരഹ ദുഃഖം ഉണ്ടാക്കി തീർത്തു. 1 വർഷം മുഴുവൻ ഭഗവാൻ വിരഹ ദുഃഖം അനുഭവിച്ചു തൻ്റെ കൂട്ടുകാരെ ഓർത്തിട്ട്. അപ്പോൾ അത് ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല. ബ്രഹ്മാവിൻ്റെ സ്തുതി കേട്ടു. ബ്രഹ്മാവ് ഒരക്ഷരം ബ്രഹ്മാവിനോട് ഭഗവാൻ പ്രതികരിച്ചില്ല. സന്തോഷമായി എനിക്കെന്ന് പറഞ്ഞ് ഇങ്ങനൊരു സ്തുതി ഭാഗവതത്തിൽ കാണില്ല. നൗമീഡ്യത്തെ ഭ്രവപക്ഷേത് അടിദംബരായ ഗുഞ്ചാവതംസ പരിവിച്ഛലസന്മുഖായ വന്യസ്രതേ കപളവേത്ര വിഷാണു വേണുലക്ഷ്മശ്രീയെ മൃദുപതേ പശുപാങ്കജായ. നന്ദഗോപരുടെയും യശോദാദേവിയുടെയും പുത്രനാണ് ഭഗവാൻ എന്നുള്ള രഹസ്യം വരെ ബ്രഹ്മാവ്, അദൃശ്യമായ രഹസ്യങ്ങൾ വരെ ബ്രഹ്മാവ് അതിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, ബ്രഹ്മാവ് പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷേ ഭഗവാൻ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് ഗൗരവത്തോടു കൂടെ നടന്നു പോയി, കൂട്ടുകാരുടെ അടുത്തേക്ക് നടന്നു പോയി എന്നാണ്. ഇത് ബ്രഹ്മാവിനെ വല്ലാതെ വേദനിപ്പിക്കണം. ബ്രഹ്മാവിന് പശ്ചാത്താപം തോന്നി. ബ്രഹ്മാവിന് ആ സമയത്ത് ഭഗവാൻ 7 വയസ്സായിരിക്കുമ്പോഴാണ് ഗോവർദ്ധന പൂജ നടന്നത്, ഗോവർദ്ധന യാഗം നടന്നത്, ഗോവർദ്ധന പൂജ നടന്നത്. 7 ദിവസമാണ് ഭഗവാൻ ആ ഗോവർദ്ധനം ഉയർത്തിപ്പിടിച്ചത്. വൃന്ദാവനത്തിനെ നശിപ്പിക്കും എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ദേവേന്ദ്രൻ മഴ പെയ്യിപ്പിക്കാൻ ആരംഭിച്ചത്. അങ്ങനെ ആ മഴ പെയ്യിപ്പിക്കാൻ ദേവേന്ദ്രൻ ആരംഭിച്ച് 7 ദിവസം ഭഗവാൻ ഇതിനെ ഉയർത്തിപ്പിടിച്ചു ഗോവർദ്ധനത്തിനെ. എന്നാൽ 7 ദിവസം കഴിഞ്ഞപ്പോൾ ദേവേന്ദ്രൻ തോറ്റു. ഭഗവാന്റെ അടുത്ത് ദേവേന്ദ്രൻ വന്നു. അപ്പോൾ ബ്രഹ്മാവ് ആലോചിച്ചു, ഞാൻ എന്തായാലും അബദ്ധം പറ്റിയിട്ടുണ്ട്, എനിക്ക് ഇനി ഇവനെ ഭഗവാൻ ചീത്ത പറയണത് എനിക്ക് കേൾക്കണം, സാധിക്കുമെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ ഭഗവാൻ ഗൗരവത്തോടു കൂടെ നിന്നു. ദേവേന്ദ്രൻ വന്ന സമയം ദേവേന്ദ്രൻ്റെ അടുത്ത് നിർത്തിയിട്ട് പറഞ്ഞു, ഇനി ഇതേപോലെ ഒന്നും പ്രവർത്തിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ദേവേന്ദ്രനെ ആലിംഗനം ചെയ്തു ഭഗവാൻ. എന്നിട്ട് പൊയ്ക്കോളൂ സ്വർഗ്ഗലോകത്തേക്ക് എന്ന് പറഞ്ഞു. ഭഗവാൻ ദേവേന്ദ്രനോട് ഒരു ദേഷ്യം തോന്നാതെ പരിഭവം തോന്നാതിരിക്കാൻ കാരണം വൃന്ദാവനത്തിലുള്ള സകല വ്രജവാസികളെയും ഗോവർദ്ധനത്തിൻ്റെ ചുവട്ടിലേക്ക് ഒതുക്കി നിർത്തി. തൻ്റെ ഭക്തന്മാരുടെ സംഘം 7 ദിവസം രാവും പകലും വ്രജവാസികൾക്ക് ഭഗവാൻ ഒന്നിച്ച് ചേരേണ്ട അവസരം സൃഷ്ടിച്ചു ദേവേന്ദ്രൻ. ഇവിടെ എന്തുണ്ടായത്? ബ്രഹ്മാവ് തൻ്റെ ഭക്തന്മാരെ തന്നിൽ നിന്നും അകറ്റിക്കൊണ്ടുപോയി. ഇതാണ് ബ്രഹ്മാവ് ചെയ്തിട്ടുള്ള തെറ്റ് എന്നാണ് പറയുന്നത്. ദേവേന്ദ്രനോട് പരിഭവം തോന്നിയില്ലേ ഭഗവാന് പൊയ്ക്കോളൂ, ഗമ്യതാം ശക്രഭദ്രം വാ ക്രിയതാം താൻ എന്തൊക്കെ പറഞ്ഞു. എൻ്റെ സ്വന്തം അധികാരത്തിലിരുന്നു കൊണ്ട് പ്രവർത്തിക്കുക എന്നൊക്കെ ഗുണദോഷിച്ച് ദേവേന്ദ്രനെ അയച്ചു. ബ്രഹ്മാവിന് ഇതൊരു വല്ലാത്ത പശ്ചാത്താപമായിട്ട് മാറി എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ബ്രഹ്മാവ് ആണ് ദക്ഷിണേന്ത്യയിൽ ഒരു ബ്രാഹ്മണനായിട്ട് ജനിച്ചതെന്നാണ്. ആ ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ ജന്മനാ തന്നെ മഹാഭക്തനായിരുന്നു. അപ്പോൾ അവർക്ക് പുത്രനില്ലാതെ അവർ ഭഗവാനോട് പ്രാർത്ഥിച്ച് ആരോടാണ് പ്രാർത്ഥിച്ചത്? ഭഗവാനോട്, മഹാദേവനോട് പ്രാർത്ഥിച്ചു. നമ്മൾ പലതും പ്രാർത്ഥിക്കാറുണ്ട്. മഹാദേവനോട് പ്രാർത്ഥിക്കാറുണ്ട്, പിന്നെ ഗണപതിയോട് പ്രാർത്ഥിക്കാറുണ്ട്. ഗണപതിയോട് ഗണപതിക്ക് എന്താണ് വാഹനം? മൂഷിക വാഹനനാണ്. അങ്ങനെ ഗണപതിയോട് പറയും, എനിക്ക് വലിയ കാറ് 2 കോടിയുടെ കാറ് വാങ്ങാൻ സാധിക്കണേ. ഗണപതി തന്നെ ഇതിൻ്റെ എലിയുടെ മുകളിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ മൂഷിക വാഹനായിട്ടുള്ള ഗണപതിയോട് പറയുകയാണ്, എനിക്ക് വലിയ കാറ് വാങ്ങാൻ സാധിക്കണേ, വലിയ ബസ് വാങ്ങാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ ഒരു ഇതുമില്ലാത്ത
ഒരു താമസിക്കാൻ ഒരു സ്ഥലം പോലും ഇല്ല മഹാദേവന്. കൈലാസത്തിലാണ് ഇരിക്കുന്നത്. മഹാദേവനോട് പോയിട്ട് വീട് വേണേ എനിക്ക് വലിയ വീടുണ്ടാക്കാൻ സാധിക്കട്ടെ മഹാദേവനോട് പ്രാർത്ഥിക്കുകയാണ്. ഇതേപോലെ ഇവർ ഹനുമാൻ സ്വാമിയോട് പ്രാർത്ഥിക്കുകയാണ്, ഒരു സന്താനം ഉണ്ടാവണേന്ന് ഹനുമാൻ സ്വാമിയോട് ഹനുമാൻ ബ്രഹ്മചാരിയാണ്. ഹനുമാനെ ഇപ്പോൾ കുട്ടികളുണ്ടാവാൻ അനുഗ്രഹിക്കാൻ പറ്റുമോ? പക്ഷേ അവരൊക്കെ മഹാഭക്തന്മാരാണ് ഭഗവാന്റെ. അതുകൊണ്ട് അവരെ അടുത്ത് ഭജിക്കുന്നവർക്കൊക്കെ അവർ എന്താണോ ചോദിക്കുന്നത് എല്ലാം സാധിപ്പിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ ദമ്പതികൾക്ക് ഒരു പുത്രനുണ്ടായത്. ഈ പുത്രനാണ് വാസ്തവത്തിൽ ബ്രഹ്മാവിൻ്റെ രണ്ടാം അവതാരം. ബ്രഹ്മാവിൻ്റെ അവതാരമായിട്ടാണ്. പക്ഷേ ജനിക്കുന്ന സമയത്ത് ഈ ഉണ്ണിക്ക് രണ്ട് കൈകളും ഇല്ല, കണ്ണും കാണില്ല. ജനിക്കുന്ന സമയത്ത് കണ്ണ് കാണില്ല, രണ്ട് കൈകളുമില്ല. പരമദാരിദ്ര്യം. ഇനി ദാരിദ്ര്യം എന്ന് പറയാൻ ഒന്നുമില്ല, അത്രയും ദാരിദ്ര്യം അനുഭവിക്കുന്ന അവസ്ഥ. അപ്പോൾ ഇങ്ങനെ കൈകളും കൂടി ഇല്ല, കണ്ണും കാണില്ല. ആ അമ്മ വല്ലാതെ പൊട്ടിക്കരയാണ്. അപ്പോൾ ആ അച്ഛൻ ഉണ്ണിയെ എടുത്തിട്ട് പറയുകയാണ്, എങ്ങനെങ്കിലും ഭഗവാൻ അനുഗ്രഹിക്കാതിരിക്കില്ല, കൈകളെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു എൻ്റെ ഉണ്ണിക്ക്. ഇതെല്ലാം പരീക്ഷണമാണെന്ന് വിചാരിക്കുമോ, ഇവൻ മഹാപ്രസിദ്ധനായിട്ട് മാറും എന്നൊക്കെ ആ അച്ഛൻ വീണ്ടും ഭഗവാൻ എടുത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ നവഭുജങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. നവഭുജം ഉണ്ടായ നാഭാജി നദ, നാഭ എന്ന് പറയാം. നവഭുജങ്ങൾ ഉണ്ടായത് കൊണ്ട്, പുതിയ കൈ ഉണ്ടായത് കൊണ്ട് നാഭ എന്ന് അദ്ദേഹത്തിന് പേര് വന്നു എന്നാണ്. ഈ ഉണ്ണി വല്ലാത്ത കൊടും ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിനൊരു തുള്ളി പാല് കൊടുക്കാനോ എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കാനോ ഒന്നുമില്ലാത്ത അവസ്ഥ. എന്തിനു പറയണോ, ആ അച്ഛൻ ദാരിദ്ര്യം അനുഭവിച്ച് വീണ് പെടഞ്ഞ് മരിച്ചു എന്നാണ് പറയണത്. നമ്മൾ പറയും നമ്മൾ ദുരിതം അനുഭവിച്ചു, നമ്മൾ എന്ത് ദുരിതം അനുഭവിച്ചത്? അപ്പോൾ ഈ ഉണ്ണിയുടെ അച്ഛൻ എവിടെയോ വീണ് ഗൃഹത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ വീണ് മരിച്ചു. അമ്മ വിധവയായിട്ട് മാറി. ഈ വിധവയായിട്ടുള്ള അമ്മ കുഞ്ഞിന് എന്ത് ചെയ്യും? 2 കണ്ണും കാണാത്ത കുഞ്ഞാണ്. 3-4 വയസ്സായിട്ടുള്ളൂ. ആ ഉണ്ണി എന്ത് ചെയ്യും? ആ ഉണ്ണിയെയും കൊണ്ട് അമ്മ ഇവിടെ താമസിക്കേണ്ടെന്ന് വിചാരിച്ച് വനത്തിൽ കൂടെ സഞ്ചരിക്കുകയാണ്. വനത്തിൽ കൂടെ സഞ്ചരിച്ച് വനത്തിലൊരു സ്ഥലത്ത് എത്തിയ സമയത്ത് അമ്മ ഉണ്ണിയെ അവിടെ ഇരുത്തി, ഒരു ആലിൻ്റെ ചുവട്ടിലിരുത്തി. അവിടെ ഇരുത്തിയിട്ട് അമ്മ പറഞ്ഞു, ആരെങ്കിലും തന്നെ ഉണ്ണിയെ രക്ഷിക്കുമായിരിക്കാം, കണ്ണുപോലും കാണില്ല. എല്ലാം ഭഗവാനിലേക്ക് അർപ്പിച്ചുകൊണ്ട് ആ അമ്മ എവിടെയോ പോയി മറഞ്ഞു. ആ അമ്മ ജീവൻ ഉപേക്ഷിച്ചു എന്നാണ്. ഇപ്പോൾ ഇയാളെന്താണ്? ഈ ആൾ അനാഥനായിട്ട് മാറി. ഈ ഉണ്ണി ആ വനത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കണ്ണ് കാണില്ല, 5 വയസ്സായിട്ടേ ഉള്ളൂ. നമ്മൾ ആലോചിക്കുന്നു, ആരാ അങ്ങനെയുള്ളവരെ രക്ഷിക്കുക? ആശരണന്മാരായിട്ടുള്ളവരെ രക്ഷിക്കാൻ ഭഗവാൻ എപ്പോഴും തയ്യാറാണ്, ഭക്തന്മാരെപ്പോഴും തയ്യാറാണ്. അപ്പോൾ അവിടെ ആ വഴിക്ക് അഗ്രദാസ് എന്നും ഗൃഹദേവ് എന്നുള്ള 2 സന്യാസിമാർ, അഥവാ വളരെ പവർഫുള്ളായിട്ടുള്ള 2 സന്യാസിമാർ വരുന്നു. ആ സന്യാസിമാർ കാണാണ് 5 വയസ്സായിട്ടുള്ള ഒരു ഉണ്ണി, കണ്ണ് കാണാത്ത ഉണ്ണി ആ വനത്തിൻ്റെ ഒരു ആലിൻ്റെ ചുവട്ടിലിരുന്ന് കൊണ്ട് ഇങ്ങനെ കണ്ണീരോട് കൂടി ഇരിക്കുന്നതായിട്ട് കാണുകയാണ്. ആരാണ് ഉണ്ണി എന്ന് ചോദിച്ചു. നാഭ എന്നാണ് എൻ്റെ പേര്, എൻ്റെ അച്ഛൻ മരിച്ചുപോയി, എൻ്റെ അമ്മ എവിടെയെന്നറിയില്ല, അമ്മ കൈ പിടിച്ച് കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി, അത്രയേ ഉള്ളൂ ആ ഉണ്ണി പറയാണ്. അപ്പോൾ ആ 2 പേരും ആ ഉണ്ണിയുടെ അടുത്ത് വന്നിട്ട് ആ 2 പേരും ആ ഉണ്ണിയുടെ കണ്ണിൽ തൊട്ട്, അവരുടെ കയ്യിൽ ജലപാത്രം ഉണ്ട്, അതിലെ ജലം സ്പർശിച്ച് കണ്ണുകളിലേക്ക് ആ ജലം സ്പർശിച്ചു. അതോടുകൂടി ആ ഉണ്ണിക്ക് 2 കണ്ണും കാണാൻ സാധിച്ചു എന്നാണ് പറയണത്. 2 കണ്ണും കാണാൻ സാധിച്ചു. ആ ഉണ്ണിയെ അവർ വിളിച്ചു കൊണ്ടുപോയി. എന്നിട്ട് ആ ഉണ്ണിയെ ആണ്, നാഭ എന്നുള്ള ഉണ്ണിയെ ശാസ്ത്രങ്ങളെല്ലാം പഠിപ്പിച്ചു. അത് പഠിപ്പിച്ചെന്ന് മാത്രമല്ല, ഈ ഗുരുനാഥന്മാർക്ക് അഗ്രദാസ് എന്നുള്ള ആ ഗുരുവിന് പ്രിയപ്പെട്ട ശിഷ്യനായിട്ട് മാറി എന്നാണ്. ഈ ഉണ്ണിക്ക് ഈ ഗുരുനാഥന് എന്തെന്നില്ലാത്ത പ്രഭാവം ഉണ്ടായിരുന്നു. കാരണം ഭഗവാന്റെ ഒരു ഏകാന്ത ഭക്തനായിരുന്നു. ഭഗവാന്റെ ലീലകളൊക്കെ അദ്ദേഹത്തിന് മനസ്സിൽ കാണാമായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് ഒരു 300-400 വർഷം മുമ്പേ നടന്ന കഥയാണ്. അതല്ലാതെ ഇത് ആയിരക്കണക്കിൽ അല്ല 5000 വർഷങ്ങൾക്ക് മുമ്പേ കടന്ന ചരിത്രം അല്ല ഇത്. ഇപ്പോൾ അടുത്തയിടെ നടന്നിട്ടുള്ള കഥകളാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾക്കിതിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം.
അപ്പോൾ ആ അഗ്രദാസ് എന്നുള്ള ആ ഗുരുവിന് ദൂരെ നിന്നുകൊണ്ട് അടുത്തേക്ക് വരുന്നില്ല ആ ഉണ്ണി നാഭ, ദൂരെ നിന്നുകൊണ്ട് ഇങ്ങനെ വെൺചാമരം വീശിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവിടെ കുറേ ദൂരത്തായിട്ട് യമുനാ നദിയിൽ കൂടി ഒരു കപ്പൽ പോവുകയാണ്. അല്ല, സമുദ്രത്തിൽ ഈ കപ്പൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കപ്പൽ സഞ്ചരിച്ചു അതിഭയങ്കരമായിട്ടുള്ള കാറ്റിലും കോളിലും പെട്ടിട്ട് ആ കപ്പൽ ആടി ഒലയുന്ന സമയത്ത് അതിലുള്ള യാത്രക്കാർ എന്ത് വേണമെന്നറിയാതെ മുറവിളി കേട്ടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് കപ്പലിലെല്ലാവരും മരിക്കും. ആ ആള് ഈ ഗുരുവിനെ വിളിച്ചിട്ട്, അതായത് അഗ്രദാസ് എന്ന ഗുരുവിനെ വിളിച്ചിട്ട് അവർ വല്ലാതെ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അഗ്രദാസ് എന്നുള്ള ഈ ഗുരു വാസ്തവത്തിൽ മാനസികമായി ഭഗവാന്റെ സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാധാകൃഷ്ണന്മാരെ സേവ ചെയ്തുകൊണ്ട് അവർക്ക് പുഷ്പാഞ്ജലി ചെയ്യണോ, പൂജ ചെയ്യണോ, നിവേദ്യങ്ങൾ സമർപ്പിക്കണോ. അപ്പോൾ നാഭ കുറേ ദൂരത്ത് നിന്നുകൊണ്ട് ഇതെല്ലാം കാണേണ്ട, ഈ ഭഗവാന് പൂജ ചെയ്യണതും രാധാകൃഷ്ണന്മാരെ നാഭയ്ക്ക് വ്യക്തമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇങ്ങനെ വലിയൊരു അപകടം, ഇങ്ങനൊരു സംഭവം വരുന്നത്. ഈ ഗുരുനാഥൻ പൂജ കഴിക്കുന്നത് നിർത്തുമോ, അവരെ രക്ഷിക്കാനായിട്ട് പോവോ? ഈ നാഭ ആലോചിക്കുന്നു. രക്ഷിക്കാനായിട്ട് പോകുമ്പോൾ അവർ അപകടത്തിൽപ്പെട്ട, കാരണം അവരും ഭക്തന്മാരാണ്. ഈ കടലിൽ ഈ തിരമാലകളിൽപ്പെട്ടവർ മുങ്ങി നശിച്ചു പോയി കഴിഞ്ഞാൽ അതും ദോഷമല്ലേ. അപ്പോൾ ഇവിടെ ഈ വെഞ്ചാമരം വീശുന്നതിൻ്റെ ഇടയ്ക്ക് കുറേ ആലവട്ടം വീശിക്കൊണ്ടിരിക്കുക. അങ്ങനെ വീശുന്നതിൻ്റെ ഇടയ്ക്ക് ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് ഒന്ന് വീശി എന്നാണ് പറയണത്. അതോടുകൂടി അവിടെ കാറ്റ് അവിടെ നിന്നു, കാറ്റും കോളും അവസാനിച്ചു, തിരമാലകൾ ശാന്തമായിട്ട് മാറി. ആ ബോട്ട്, ആ കപ്പൽ തീരത്തേക്ക് അണഞ്ഞു എന്നാണ് പറയണത്. അഗ്രദാസ് എന്നുള്ള ഗുരുനാഥൻ തൻ്റെ ശിഷ്യനെ ഒന്ന് നോക്കി, ഗുരു അനുഗ്രഹേണേവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ എന്ന് തെളിയിക്കുന്നത് പോലെ ആണ്. ആ ഗുരുവിൻ്റെ മഹത്വം മുഴുവൻ തൻ്റെ ശിഷ്യനും കിട്ടി എന്നാണ് പറയണത്. അദ്ദേഹത്തിനെ നോക്കി. അപ്പോൾ തൻ്റെ ശിഷ്യൻ സാധാരണക്കാരനല്ല എന്നുള്ളത് മനസ്സിലായി. വാസ്തവത്തിൽ ആരാണ് ഈ ശിഷ്യൻ? പൂർവജന്മ ആരാണ്? ബ്രഹ്മാവാണ്. ബ്രഹ്മാവ് പശ്ചാത്താപം കൊണ്ട് പശ്ചാത്താപത്തോട് കൂടിയിട്ട് തൻ്റെ പ്രവൃത്തികളിൽ, കാരണം ഭഗവാൻ നമ്മൾ തെറ്റ് ചെയ്തു, ഭഗവാന്റെ കൂട്ടുകാരെ മുഴുവൻ ഭഗവാനിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോയി, വലിയൊരു തെറ്റാണ് താൻ ചെയ്തത്. അതിന് പ്രായശ്ചിത്തെന്ന നിലയ്ക്ക് ജനിച്ചിട്ടുള്ള അവതരിച്ച ബ്രഹ്മാവാണ് ഈ അഗ്രദാസ് എന്ന് പറയും, ഈ ഒരു നാഭ എന്ന് പറയുന്ന ആൾ. ഇത് ആ ഗുരുവിന് പൂർവ്വജന്മം മനസ്സിലായി. തിരിഞ്ഞു നോക്കി, എന്നിട്ട് അനുഗ്രഹിച്ചു. ഇനി നീ ഒരു കാര്യം ചെയ്യണം, നീ ഭക്തന്മാരുടെ ചരിത്രം എഴുതണം എന്ന് പറയാണ്. ഭക്തന്മാരുടെ കഥകൾ. ഇതാണ് ഭക്തമാൽ എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. ഭഗവാൻ ഭക്തഭക്തിമാൻ എന്നാണ് പറയണത്. ഇത് എഴുതാനായിട്ട് ആരംഭിച്ച സമയത്ത് മത്സ്യ, കൂർമ്മ, വരാഹം, നരസിംഹ, വാമന, പരശുരാമൻ, ബുദ്ധ, അങ്ങനെയുള്ള ശ്രീരാമൻ, ഇതൊക്കെ ഈ കഥകൾ ഇവർ ഈ കഥകൾ എഴുതാനാണ് ആദ്യം പുറപ്പെട്ടതാണ്. പിന്നീട് ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ചോദിച്ചു, ഞാൻ ഭക്തനാണോ ഭക്തഭക്തിമാനാണോ ചോദിക്കുകയാണ്. ഭക്തനാണോ ഭക്തഭക്തിമാനാണോ? ഭക്തന്മാരുടെ ഭക്തനല്ലേ ഞാൻ? ഭഗവാൻ ചോദിക്കുകയാണ്. അതാണല്ലോ കാണുന്നത് അല്ലേ? മത്സ്യാവതാരത്തിൽ സത്യവ്രത മഹാരാജാവിൻ്റെ ഭക്തനായിട്ടാണ് ഭഗവാൻ വരുന്നത് അല്ലേ? സത്യവ്രത മഹാരാജാവിനെ എങ്ങനെയാണ് രക്ഷിച്ചത്? ഭക്തനെ രക്ഷിക്കാൻ ഭഗവാൻ വന്നു. പ്രഹ്ലാദൻ ഭക്തനാണ്, പ്രഹ്ലാദൻ രക്ഷിക്കാൻ ഭഗവാൻ വന്നു. അതേപോലെ വാമനാവതാരത്തിൽ മഹാബലിയെ രക്ഷിക്കാൻ ഭഗവാൻ എവിടെയാണ് നിൽക്കുന്നത്? കാവൽക്കാരനായി നിൽക്കുക ചെയ്യണത് അല്ലേ? അപ്പോൾ ഭഗവാന്റെയും ഭക്തൻ്റെയും കൂടി ചരിത്രം ഒന്നിച്ച് ചേർത്ത് എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണ് ഭക്തമാൽ എന്നുള്ള ഗ്രന്ഥം. ഇത് എഴുതാൻ കാരണമായത്, എഴുതിയിട്ടുള്ള അതിൻ്റെ കർത്താവാണ് നാഭാജി എന്നാണ്. അപ്പോൾ സാക്ഷാൽ ബ്രഹ്മാവ് തന്നെയാണ് നാഭാജിയുടെ രൂപത്തിൽ ഇരുന്നു കൊണ്ട് ഭക്തചരിത്രം എഴുതിയത്. ഈ ഭക്തമാൽ എന്നുള്ള ഗ്രന്ഥം ഏതെങ്കിലും ഒരു ഗൃഹത്തിലുണ്ടെങ്കിൽ തന്നെ ഭക്തന്മാരുടെ
ദിവ്യമായ ചരിത്രങ്ങളാണ് അതിലാണ് നമ്മളുടെ അനഘനാമദേവൻ്റെ, അതേപോലെ ഗോവിന്ദദാസ്, അങ്ങനെ ഇവരെ മുഴുവൻ സൂർദാസ് അവരൊക്കെ ചരിത്രങ്ങൾ ഈ ഭക്തമാൽ എന്നുള്ളത്, നരസിംഹമേത്ത അവരുടെയൊക്കെ ചരിത്രങ്ങൾ ഭക്തമാലിലാണ് വരിക. അപ്പോൾ ഇത് വളരെയധികം വിശേഷപ്പെട്ട ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം നമ്മുടെ ഗൃഹത്തിലുണ്ടെങ്കിൽ തന്നെ എല്ലാ അശുഭങ്ങളും ഇല്ലാതെയായിട്ട് മാറും. വൃന്ദാവനത്തിൽ കിട്ടും, ഈ ഗ്രന്ഥം വൃന്ദാവനത്തിൽ കിട്ടും. ഇതെല്ലാം സംഭവിച്ച ചരിത്രങ്ങളാണ്, ഒന്നും നുണയായിട്ടുള്ളതല്ല, അസത്യമായിട്ടുള്ളതൊന്നും ഇല്ല എന്നാണ്. അപ്പോൾ ഹരേ കൃഷ്ണ. നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അത് ഓഫ് ചെയ്യാം.